ഇൻഡസ്ട്രിയിൽ ട്രെൻഡിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫീൽഡ് ഔട്ട് ആവും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബ്ലാക്ക്ബെറി. ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത് ഒരു കാലത്ത് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബ്രാൻഡായിരുന്നു. കാനഡയിൽ 1984 ബ്ലാക്ക്ബെറി എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2016 കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയ ഒരു ബ്രാൻഡും കൂടിയാണ് ബ്ലാക്ക്ബെറി. ബട്ട് ഒരു കാലത്ത് ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത് പലരുടെയും ഡ്രീം ഫോണായിരുന്നു. അതിൻ്റെ കീ ഫീച്ചറായിരുന്നു ബ്ലാക്ക്ബെറിയുടെ തന്നെ ഇമെയിൽ സിസ്റ്റം, അതിൻ്റെ കീബോർഡിൽ വരുന്ന ജോയ്സ്റ്റിക്കും. ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ഈ ഫോണ് 2016 ആകുമ്പോഴേക്കും മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫീൽഡ് ഔട്ട് ആയി. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റിനനുസരിച്ചിട്ട് അവർ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. 2006-07 ആ ഒരു ടൈമിലാണ് ആപ്പിളിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. പല ഇന്നോവേറ്റീവ് കാര്യങ്ങളും ആപ്പിൾ കണ്ടുപിടിച്ച് കൊടുക്കുന്നത് അത് അവരെ സ്മാർട്ട് ഫോണിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്ത്. ബട്ട് ബ്ലാക്ക്ബെറി അപ്പോഴും അവരുടെ ആ ഒരു പഴയ സ്റ്റൈലിലായിരുന്നു അന്നും ഫോക്കസ് ചെയ്തിരുന്നത്. പുതിയ കസ്റ്റമേഴ്സ് പുതിയ ഇന്നോവേഷന്റെ പിന്നാലെ പോയപ്പോൾ ബ്ലാക്ക്ബെറി എന്നുള്ള ബ്രാൻഡ് പതിയെ എല്ലാവരും മറന്നു തുടങ്ങി. മാർക്കറ്റിനനുസരിച്ചുള്ള അപ്ഡേറ്റ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിലോ ബിസിനസ്സിലോ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫീൽഡ് ഔട്ട് ആവും.